ഷാജഹാൻ ഭാഗവതരുടെ ഒരു പരിപാടിക്കെത്തിയ ചട്ടി മറിയക്കുട്ടിയുടെ ബൈറ്റ് എടുക്കാൻ ലൈവ് കൊടുക്കാൻ മത്സരിക്കുന്ന മാപ്പറകളുടെ ദൃശ്യം എന്ത് അരോചകമാണ്, എത്രമാത്രം അരോചകമാണെന്നിങ്ങനെ സ്വയം വിചാരിച്ചു പോയി. ഇപ്പോഴും എന്തിനാണ് നമ്മുടെ മാപ്രകൾ ഈ കോലും നീട്ടി മറിയക്കുട്ടിക്ക് നേരെ ചെല്ലുന്നത്? അത് മറ്റൊന്നുമല്ല, മറിയക്കുട്ടി പിണറായി വിജയനെ രണ്ട് തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് ലൈവ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞരമ്പിൻ്റെ സുഖം. അവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഈ മാപ്രകൾ എന്ന് വീണ്ടും വീണ്ടും വിളിക്കേണ്ടി വരുന്നതിൻ്റെ ഈ ഞങ്ങളെപ്പോലുള്ളവരുടെ ഗതികേടാണ് ഇവിടെ പറയേണ്ടി വരുന്നത്. നിങ്ങളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? മാപ്രകൾ എന്നല്ലാതെ. അവർ ചില ദൃശ്യങ്ങൾ അതിൻ്റെ പ്രിന്റഡ് കോപ്പി എടുത്ത് കാണിക്കുന്നു. അതെന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ചില ചിത്രങ്ങൾ. എന്നിട്ട് ചട്ടി മറിയക്കുട്ടി പറയുക, ദാ കണ്ടോ, ഇതാണ് പിണറായിയുടെ BJP ബന്ധം. എങ്ങനെയുണ്ട്? ഈ സ്ഥലകാലബോധം അവർക്ക് നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ഈ പോയി കോല് നീട്ടുന്ന മാപ്രകൾക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടാമോ? ഞങ്ങൾ അവരോടാണ് ചോദിക്കുന്നത്. മറിയക്കുട്ടി എന്തുമാവട്ടെ, ചട്ടിയോ ബ്രായോ പാവാടയോ എന്തുമാവട്ടെ, കാരണം മറിയക്കുട്ടിയെ പറ്റി പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അശ്ലീല വാക്ക് അല്ലെങ്കിൽ അശ്ലീലം ധ്വനിപ്പിക്കുന്ന വാക്ക് പറയാതെ തരമില്ല, പറയാതെ പോകാൻ കഴിയത്തില്ല. ഒരു വാർത്ത അവരെ പറ്റി കൊടുക്കുമ്പോൾ ചട്ടി ബ്രാ പാവാട എന്നൊക്കെ പറയേണ്ടി വരും. എന്താണെന്ന് നമുക്കറിയാമല്ലോ. ആ സ്ഥലകാല ബോധം പോലും ഇവർക്ക് മാപ്രകൾക്കില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ്? ആ കൂടിയ ലൈവ് ചെയ്യാൻ മത്സരിക്കുന്ന മാപ്രകളിൽ സ്വബുദ്ധിയുള്ള സ്ഥിരബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മാപ്ര, അല്ല മറിയക്കുട്ടി ചേട്ടത്തി, ഈ നിങ്ങൾ കാണിക്കുന്ന ചിത്രം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതല്ലേ? അത് ഔദ്യോഗിക പരിപാടിയല്ലേ? അതെങ്ങനെ പിണറായി വിജയന്റെ BJP ബന്ധമെന്ന് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും? അത് അസംബന്ധമല്ലേ എന്നൊരൊറ്റ ചോദ്യം ഒരു മാപ്രയുടെയും വായിൽ നിന്ന് വീഴത്തില്ല. അതിന്റെ കാര്യം മനസ്സിലായല്ലോ. പിണറായിക്കെതിരെ 4 തെറി ബൈ മറിയക്കുട്ടി ലൈവ്, അടിക്കട അടി. എന്തൊരു ദയനീയമാണ് മാപ്രകളെ നിങ്ങളുടെ അവസ്ഥ. ഇതിനേക്കാൾ മ്ലേച്ഛമായ മറ്റൊരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ വേറെ ഏതുണ്ട് എന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. ഇതിനേക്കാൾ മ്ലേച്ഛമായ ഒരു പണി വേറെ ഉണ്ടെങ്കിൽ അതിന് പോകുന്നതാണ് നല്ലത്. അതേതാണെന്ന് പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ലിസ്റ്റൊന്നുമില്ല. പക്ഷെ ഇത് വളരെ മ്ലേച്ഛമാണ്, അശ്ലീലമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഷാജഹാൻ ഭാഗവതര് ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തും. നാളെ സംഭവിക്കാവുന്ന പ്രവചനങ്ങളുടെ ആശാനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ അദ്ദേഹം വേറെ ചില യൂട്യൂബിലും ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് പിന്നിലേക്ക് പോയി നോക്കിയാൽ നമ്മൾ അന്തം വിട്ടുപോകും. അന്ന് അദ്ദേഹം പറഞ്ഞ ചില പ്രഖ്യാപനങ്ങൾ. പിണറായിയുടെ കാര്യം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കോട്ട ഞാൻ പറയുന്നത്. പിണറായിയുടെ കാര്യം കഴിഞ്ഞു. ഇനി കേരളത്തിൽ പോലും നിൽക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും കേരളത്തിൽ നിന്നാൽ. അതിനുപരി അദ്ദേഹം അമേരിക്കയിലേക്ക് വല്ലതും കുടിയേറാനാണ് സാധ്യത. എന്തായാലും കേരളത്തിൽ അദ്ദേഹത്തിന് ഇനി രക്ഷയില്ല. LDF തോറ്റു തുന്നം പാടും. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ചില BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ലാതില്ല. BJP അക്കൗണ്ട് തുറന്നേക്കും. ഷാജഹാൻ ഭാഗവതരുടെ പ്രവചനങ്ങളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പം എന്തായി? അതേപ്പറ്റി ഇപ്പം അദ്ദേഹം മിണ്ടാറുണ്ട്. അദ്ദേഹത്തിനും എന്തോ സംഭവിച്ചിരിക്കുന്നു. എന്താ പറയുക, ഈ വെപ്രാളം വരില്ലേ, സ്ഥലജല ഭ്രമം, സ്ഥലകാല ചിന്തയില്ലാതാവുക. മുന്നിൽ നടക്കുമ്പോൾ അവിടെ വെള്ളമാണ് നടക്കുന്നതെന്ന് തോന്നുക, ഇങ്ങനെ മാറി നടക്കുക, മോഹഭംഗം, വിചാരിച്ചൊന്നും നടക്കാതെ വരിക. പിന്നെ ഏക ആശ്വാസം കിട്ടുന്നത് പിണറായി വിജയനെ തെറി വിളിക്കുക. അപ്പോൾ നല്ലൊരു ആശ്വാസം, സുഖം കിട്ടും.
ഇതാണ് ഞരമ്പിൻ്റെ മറ്റൊരു രൂപം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തെ വീഡിയോകൾ, പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ചെയ്ത വീഡിയോകൾ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കാൻ കഴിയത്തില്ല, അത് ശരിയുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ, അദ്ദേഹത്തോടൊപ്പം പല സമരങ്ങളിലും പലയിടത്തുമൊക്കെ പോകുന്ന ചില സുഹൃത്തുക്കളിൽ ഒന്ന് രണ്ടുപേരും നമ്മളോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത്, അവർ ഷാജഹാനെന്നാണ് വിളിക്കുന്നത്, KM ഷാജഹാൻ്റെ കൂടെ നമുക്കിനി പോകാനൊന്നും പറ്റില്ല കേട്ടോ, അദ്ദേഹം നോർമലല്ല, വേറെ ഏതോ ഒരു ലോകത്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ മാതിരി ഒരു ലെവലിലേക്ക് അങ്ങേര് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പം പുള്ളിയുടെ വീട്ടിലുള്ള പരിപാടികൾ പലതും നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. അവിടെയാണ് ചട്ടി മറിയക്കുട്ടി KM ഷാജഹാനുമായി ചേർന്ന് ഗംഭീര പരിപാടി നടത്തുന്നത്. അപ്പോൾ ചട്ടിയും ഭാഗവതരും ചട്ടിയും തട്ടിയും മുട്ടിയും കോലും മാപ്ര ഗംഭീര പരിപാടിയാണ് പുതുവർഷത്തിൽ. അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ മുന്നോട്ട് ഭാഗവതരും മറിയക്കുട്ടി മാപ്രകളും മുന്നോട്ട് പോകട്ടെ, നന്നായിരിക്കും.